ഞാൻ കണ്ടെത്തി, നിങ്ങൾക്കും കണ്ടെത്താം. അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയൊരു റെസിപ്പി ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇതുവരെയുള്ള സഹകരണത്തിന് വളരെയധികം നന്ദിയുണ്ട്, സന്തോഷമുണ്ട്. തുടർന്ന് നിങ്ങൾ സഹകരിക്കും എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. അപ്പോൾ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നിങ്ങൾ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കണം കേട്ടോ. എങ്കിലേ എൻ്റെ പുതുപുത്തൻ വീഡിയോകൾ നിങ്ങളുടെ മുമ്പിൽ എത്തുകയുള്ളൂ. എൻ്റെ തൊട്ടടുത്ത് ഒരു കുഞ്ഞ് ബെൽ ബട്ടൺ ഉണ്ട്. അവത്തിലൂടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ റെസിപ്പികൾ നിങ്ങൾ വീട്ടിൽ പരീക്ഷിക്കുകയും വേണം. നിങ്ങളുടെ വിലയേറിയ കമൻറ്റും രേഖപ്പെടുത്തണം. അപ്പോൾ ഇന്നത്തെ അടിപൊളി റെസിപ്പി എന്താണെന്ന് അറിയണ്ടേ? നിങ്ങളുടെയൊക്കെ വീട്ടിൽ കാണും ഈ ഒരു ചെടി. കാണുന്നുണ്ടോ? നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ ഈ ഒരു ചെടി കാണും. ഈ ചെടിക്ക് 100 കൂട്ടം ഗുണങ്ങളാണ്. വിറ്റാമിൻസും മിനറൽസും പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നതായ അടിപൊളി ഉത്തമമായിട്ടുള്ള ഒരു ചെടിയാണ് ഇത്. പലരും ഇത് പറിച്ചു കളയാണ് കാട്ടുചെടി എന്ന രീതിയിൽ. പക്ഷെ ഇതിൻ്റെ ഗുണങ്ങളാണ് ഇതിൻ്റെ ഈ ഇല, ഈ പൂ കളയണം. ഈ ചെടിയുടെ ഇതിൻ്റെ ഇവിടെ ഇരിക്കുന്ന ഒരു വെള്ളപ്പൂവാണ്. ഈ വെള്ളപ്പൂ നമ്മൾ പറിച്ചു കളഞ്ഞിട്ട് ഇതിൻ്റെ ഇല മാത്രം പറിച്ചെടുക്കുക. ഇല മാത്രം നമ്മൾ പറിച്ചെടുക്കുക. ഇങ്ങനെ ഇതിൻ്റെ ഇലയാണ് കൂട്ടാൻ പറ്റുന്നത്. ഞാനിവിടെ അതിൻ്റെ ഇല കുറച്ച് ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ അടിപൊളി ടേസ്റ്റിയാണ്. ഇത് എങ്ങനെ പാചകം ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എളുപ്പമാണ്. നിങ്ങളുടെ വീട്ടുമുറ്റത്ത് നിന്ന് പച്ചക്കറികൾക്ക് വിലയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കുകയേ വേണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടുമുറ്റത്ത് തന്നെ നിങ്ങളുടെ വിഭവസമൃദ്ധമായിട്ടുള്ള ആഹാരം ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ പ്രകൃതി നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. അതിലൊന്നാണ് ഈ ചെടി. ഉണ്ടോ? ഇത് അടിപൊളി ഒരു ചെടിയാണ്. ഇതിന് ഒട്ടേറെ ഗുണങ്ങളുണ്ട്. ഇത് എങ്ങനെ ഇത് തയ്യാറാക്കുന്നതെന്ന് വെച്ച് നമുക്ക് അതിലേക്ക് കിടക്കാം. അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട്. അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചൂടായിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ആവശ്യമുള്ള കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞെടുത്ത ഇല അത് നമ്മൾ ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിലാക്കണം. തീ കൂടുതൽ വേണ്ട. അപ്പോൾ ഇല വഴന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ എടുത്ത് വെച്ച് അരപ്പ്, ചതച്ചെടുത്ത തേങ്ങായും മറ്റ് ഇതെല്ലാം കൂടി അരച്ചത് അത് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. സ്വല്പം ആവശ്യത്തിന് ഉപ്പ് വെച്ചിട്ട് കൊടുക്കണം. മൂന്നകല കരിവേപ്പില,
ഹായ്. അപ്പോൾ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ്. നിങ്ങൾ ഉണ്ടാക്കി വെക്കണം. സൂപ്പറാണ്. നമ്മുടെ വീട്ടുമുറ്റത്തുണ്ടാകുന്ന സാധനങ്ങൾ ഉണ്ടാക്കിയതാണ്. നിങ്ങൾ വീട്ടിൽ വെച്ച് നോക്കണം. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്, വിറ്റമിൻസ് മിനറൽസും കൂടുതലുള്ള ഒരു സാധനമാണ് ഈ ചെടി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ തൊട്ടടുത്ത് ബെല്ലൈക്കൻ കൂടെ ഉണ്ട്, ഒരു മഞ്ഞ നിറത്തിൽ കുഞ്ഞിൻ്റെല്ല അതിലും കൂടെ ഒന്ന് അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് അടിപൊളി അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ഷെയർ ചെയ്യാനും കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കരുത്. ഓക്കെ, അപ്പോൾ വീണ്ടും ഞാനൊരു റെസിപ്പി ആയിട്ട് വരും. അപ്പോൾ ബൈ.